എല്ലാവർക്കും നമസ്കാരം. ഞാനിന്ന് വന്നിരിക്കുന്ന പുതിയ വിഷയം എന്ന് പറയുന്നത് സ്പിരിച്വലി വളരെ ഹൈ ആയി നിൽക്കുന്ന ആളുകൾ അല്ലെങ്കിൽ ഹൈ വൈബ്രേഷനിലേക്ക് നമ്മളെ തന്നെ ടാപ്പ് ചെയ്ത് നിൽക്കുന്ന ആളുകളെ മറ്റ് ആളുകൾക്ക് കാണുമ്പോൾ അല്ലെങ്കിൽ അവരുടെ അടുത്ത് ചെല്ലുമ്പോൾ ആ ഒരു എനർജിയുടെ ആ ഒരു ഡിഫറൻസ് അവർക്ക് ഫീൽ ചെയ്യും. അപ്പോൾ പല ആളുകളും നമ്മളെ അറിഞ്ഞൂടാത്ത ആളുകളാണെങ്കിലും നമ്മൾ പുറത്തിറങ്ങി യാത്ര ചെയ്യുമ്പോൾ അവർ വല്ലാതെ നമ്മളെ നോക്കി സ്റ്റെയർ ചെയ്യും. അല്ലെങ്കിൽ നമ്മൾ അടുത്ത് ഇടപഴകുന്ന അല്ലെങ്കിൽ ജോലി ചെയ്യുന്ന സ്ഥലത്താണെങ്കിലും റിലേഷൻഷിപ്പിൽ ബന്ധങ്ങളുടെ ബന്ധുക്കാരുടെ അടുത്തൊക്കെ ആണെങ്കിലും നമ്മൾ സംസാരിക്കുമ്പോൾ അവർ നമ്മളെ വല്ലാതെ സ്നേഹമുണ്ട് അല്ലെങ്കിൽ ആ ഒരു അടുപ്പമുണ്ടെങ്കിലും അവരുടെ ഒരിത്തിരി ഒരു സ്റ്റെപ്പ് ബാക്ക് പോലെ നിന്നുകൊണ്ട് നമ്മളെ ഒന്ന് നോക്കുന്ന രീതിയിലൊക്കെ കാണുന്നത് നമ്മളിൽ നിന്ന് ആ ഒരു പുറത്തേക്ക് പ്രവഹിക്കുന്ന ഒരു ഹൈ വൈബ്രേഷൻ എനർജിയുടെ ആ ഒരു വൈബ് അവർക്ക് അങ്ങോട്ട് ഫുള്ളി അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്തത് കൊണ്ട് എന്തോ ഒരു പ്രത്യേകത ഇവരിലുണ്ട് എന്ന് കരുതിയിട്ടാണ്. അപ്പോൾ പല ആളുകളും നമ്മളുടെ അടുത്ത് വരുമ്പോൾ അല്ലെങ്കിൽ നമ്മളുടെ ചുറ്റിനുമുള്ള ഒരു ഡീമൻസ് അല്ലെങ്കിൽ ഡബിൾ എനർജി നമ്മളെ എപ്പോഴും താഴേക്ക് പിടിച്ചു വലിക്കാൻ അല്ലെങ്കിൽ നമ്മളുടെ എനർജിയെ ഡ്രെയിൻ ചെയ്യാനായിട്ടൊക്കെ പല സാധ്യതകളും സാഹചര്യങ്ങളും വാർത്തകളും വ്യക്തികളും ഒക്കെ നിങ്ങളുടെ മുന്നിൽ വരുമ്പോൾ എല്ലാ തരത്തിലുമുള്ള ആ ഒരു ഡബിൾ എനർജി ഡീമൻസിൽ നിന്നൊക്കെ നമ്മളെ തന്നെ പ്രൊട്ടക്റ്റ് ചെയ്ത് നമ്മളുടെ ആ ഒരു ഓറ വളരെയധികം ശക്തമാക്കി നിർത്തിക്കൊണ്ട് നമ്മളുടെ ഡേ ടു ഡേ ലൈഫിനെ എങ്ങനെ കൊണ്ടുപോകാമെന്നുള്ള കാര്യം എനിക്കറിയാവുന്നത് നിങ്ങളിലേക്ക് ഷെയർ ചെയ്യുകയാണ്. വീഡിയോ മുഴുവനായിട്ടൊന്ന് കാണാൻ ശ്രമിക്കുക. ആദ്യമായിട്ടാണ് ഈ വീഡിയോ അല്ലെങ്കിൽ ചാനൽ കാണുന്നെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ എൻ്റെ സബ്സ്ക്രൈബേഴ്സ് വ്യൂവേഴ്സ് ആയിട്ടുള്ള ഓരോ വ്യക്തികളോടും ഈശ്വരൻ്റെ നാമത്തിൽ എൻ്റെ ഹൃദയത്തിൻ്റെ ഭാഷയിൽ നന്ദി പറയുകയാണ്. നിങ്ങളുടെ നല്ല സജഷൻസിനും മോട്ടിവേഷനും നല്ല ആ ഒരു പ്രോത്സാഹനവും സ്നേഹവും ഒക്കെ തന്ന് എന്നെ മുന്നോട്ട് നയിക്കുന്നതിന്. അപ്പോൾ ഇവിടെ നമ്മൾ ചെയ്യേണ്ട ഒരു 3-4 കാര്യങ്ങൾ അല്ലെങ്കിൽ നമ്മൾ ഡേ ടു ഡേ ലൈഫിൽ പ്രാക്ടീസ് ചെയ്യേണ്ട ചില കാര്യങ്ങളെക്കുറിച്ചാണ്. അതിൽ ഒന്നാമത്തെ കാര്യമെന്ന് വെച്ചാൽ ബ്രീത്തിങ് എക്സസൈസ് അല്ലെങ്കിൽ ബ്രീത്തിങ് ടെക്നിക്ക് എന്ന് പറയും. അതായത് നമ്മളുടെ മുന്നിൽ ചിലപ്പം അൺഎക്സ്പെക്റ്റഡ് ആയിട്ടായിരിക്കും നമ്മൾ ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അവിടെ ഒരു സ്ട്രേഞ്ചർ ആവാം, അല്ലെങ്കിൽ നമ്മുടെ കൂടെ ജോലി ചെയ്യുന്നവരാവാം, അല്ലെങ്കിൽ ബന്ധുമിത്രാദികളാവാം, ആരായിക്കോട്ടെ നമ്മളുടെ മുന്നിൽ നമ്മളെ നെഗറ്റിവിറ്റിയിലേക്ക് കൊണ്ടുപോകാൻ അല്ലെങ്കിൽ നമ്മളെ ക്രിട്ടിസൈസ് ചെയ്യാൻ അല്ലെങ്കിൽ നമ്മളെ കുറ്റപ്പെടുത്താൻ അല്ലെങ്കിൽ മറ്റുള്ളവരുടെ മുമ്പിൽ നമ്മളെ ചൂഷണം ചെയ്യാൻ അല്ലെങ്കിൽ കളിയാക്കാൻ അല്ലെങ്കിൽ ഒന്ന് ട്രിഗർ ചെയ്യാനൊക്കെ ഉള്ള സിറ്റുവേഷൻസ് ക്രിയേറ്റ് ചെയ്ത് കൊണ്ടുവരുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കാഴ്ചക്കാരനെ പോലെ നമ്മൾ നോക്കി നിൽക്കുക. ഒരു പുറത്തു നിന്നൊരാൾ ആ ഒരു സിറ്റുവേഷനെ എങ്ങനെ നോക്കുമോ അതുപോലെ നമ്മൾ നോക്കി നിൽക്കുക. നമ്മൾ ഇമോഷൻസിൽ അങ്ങ് വീണു പോകാതെ അല്ലെങ്കിൽ അവരുടെ ആ ഒരു ചതിക്കുഴിയിലേക്ക് അങ്ങ് വീണു പോകാതെ നമ്മൾ ലോജിക്കലി തിങ്ക് ചെയ്ത് നമ്മൾ ഇമോഷൻസിനെ താഴ്ത്തി വെച്ചുകൊണ്ട് ബി ആൻ ഒബ്സർവർ എന്നുള്ള രീതിയിൽ പുറത്തു നിൽക്കുന്ന ഒരാൾ എങ്ങനെ ഈ ഒരു സിറ്റുവേഷനെ നോക്കിക്കാണും എന്നുള്ള രീതിയിൽ നമ്മൾ വളരെ കാം ആൻഡ് ക്വയറ്റായിട്ട് സൈലൻ്റായിട്ട് അതിനെ ഒന്ന് കാണുക. അതിനുശേഷം നമ്മൾ ബ്രീത്തിങ് എക്സസൈസ് ചെയ്യുന്നത് പോലെ നമ്മളുടെ കണ്ണടച്ച് വളരെ കാമായിരുന്നുകൊണ്ട് നമ്മളൊന്ന് ശ്വാസം ഉള്ളിലേക്ക് എടുക്കുക, ഇൻഹെയിൽ ചെയ്യുക. ആ ഇൻഹെയിൽ ചെയ്യുന്ന ശ്വാസം ഒരു 4 സെക്കൻഡ് ഒന്ന് ഹോൾഡ് ചെയ്ത് പിടിക്കുക. ഹോൾഡ് ചെയ്ത് പിടിച്ചതിന് ശേഷം പിന്നെ നമ്മൾ എക്സൈൽ ചെയ്യുമ്പോൾ ഒരു 6 സെക്കൻഡ് ഡെപ്ത് അല്ലെങ്കിൽ ആ ഒരു ടൈം കൊടുത്ത്, അതായത് നമ്മളുടെ ആമയൊക്കെ എഴയുന്നത് പോലെ വളരെ സ്ലോ ആയിട്ട് ആ ഒരു നെഗറ്റീവ് എനർജിയെ നമ്മൾ റിലീസ് ചെയ്ത് എക്സൈൽ ചെയ്ത് കളയുക. അങ്ങനെ ഒരു 4-5 പ്രാവശ്യം ആ ഒരു എക്സസൈസ് ഒന്ന് ചെയ്യുമ്പോൾ ഈ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് നമ്മളുടെ മുന്നിൽ വന്ന് നമ്മളെ ചൂഷണം ചെയ്യാൻ, നമ്മളെ വിമർശിക്കാൻ അല്ലെങ്കിൽ നമ്മളിലേക്ക് നെഗറ്റിവിറ്റി കോരിയിടാൻ അല്ലെങ്കിൽ നമ്മളൊന്നുമല്ല എന്നുള്ള രീതിയിൽ നമ്മളുടെ ഈഗോയെ ട്രിഗർ ചെയ്യാനുള്ള ആ ഒരു സിറ്റുവേഷനിൽ നിന്നൊക്കെ നമുക്ക് വളരെയധികം നമ്മളുടെ എനർജിയെ തിരിച്ച് എനർജൈസ് ചെയ്ത് കൊണ്ടുവരാനായിട്ട് സാധിക്കും. അപ്പോൾ അത് അപ്പം ചോദിക്കുന്നൊരു ചോദ്യം, ഈ ഒരു സിറ്റുവേഷൻ നടക്കുമ്പോൾ അവിടെ നിന്നുകൊണ്ട് ഈ കാര്യങ്ങൾ എങ്ങനെയാണ് ചെയ്യുന്നത്? നമ്മൾ പെട്ടെന്ന് നമ്മളുടെ സ്പിരിച്വലി ഹൈ ആയി നിൽക്കുന്ന ഒരു വ്യക്തിക്ക് നമ്മളുടെ മുന്നിൽ ഒരാൾ വരുമ്പോൾ അവർ നമ്മൾക്ക് വേണ്ടി നല്ലതാണോ പ്രദാനം ചെയ്യുന്നത്, മോശമാണോ പ്രദാനം ചെയ്യുന്നതെന്ന് കൃത്യമായിട്ട് വളരെ ഷോർട്ട് സ്പാൻ ഓഫ് ടൈമിൽ അവർക്ക് സെൻസ് ചെയ്തെടുക്കാനായിട്ട് സാധിക്കും. അങ്ങനെയാവുമ്പോൾ എന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞ് അവിടെ നിന്നും പെട്ടെന്ന് മാറിപ്പോകാൻ പറ്റുമെങ്കിൽ മാറിപ്പോവുക, അല്ലെങ്കിൽ നമ്മളെ തന്നെ അവിടെ ഇങ്ങനെ നിർത്താതെ വേറെ എന്തെങ്കിലും ഒരു കാര്യത്തിലേക്ക് ഫോക്കസ് ചെയ്ത് നമ്മൾ ഒന്ന് മാറി നിന്നുകൊണ്ട് ഈ വളരെ കാമായിട്ട് ഈ ഒരു എക്സസൈസ് ചെയ്യുക. ബ്രീത്തിങ് എക്സസൈസ് ചെയ്യുക, ഇൻഹെയിൽ ചെയ്യുക, ശ്വാസത്തിനെ ഇൻഹെയിൽ ചെയ്ത് ശ്വാസം ഉള്ളിലേക്ക് എടുക്കുക, ഒരു 4 സെക്കൻഡ് അതൊന്ന് ഹോൾഡ് ചെയ്ത് പിടിക്കുക. അതിനുശേഷം നമ്മൾ പുറത്തേക്ക് എക്സൈൽ ചെയ്യുന്നു. അത് വളരെ കാമായിട്ട് വളരെ സമയമെടുത്ത് ഒരു 6 സെക്കൻഡ്
സമയം കൊടുത്ത് ആ ഒരു ശ്വാസത്തിനെ എക്സൈൽ ചെയ്യുക. ഇനി രണ്ടാമത്തെ ഒരു സിറ്റുവേഷൻ എന്ന് പറഞ്ഞാൽ, നമ്മളുടെ സ്ട്രെങ്ത് എന്താണെന്ന് നമ്മൾ തന്നെ ഒന്ന് തിരിച്ചറിയുക. ഹു ആം ഐ? ഞാൻ ആരാണ്? എൻ്റെ ശക്തി എന്താണ്? എൻ്റെ മാനസിക ബലം എന്താണ്? എൻ്റെ ക്രിയേറ്റീവ് ഐഡിയാസ് എന്താണ്? എൻ്റെ പാഷൻ എന്താണ്? അല്ലെങ്കിൽ എൻ്റെ ആ ഒരു ട്രൂത്ത് എന്ന് പറയുന്ന ആ ഒരു സത്യം എന്താണ്? ഇതിലൊക്കെയാണ് ഞാൻ വളരെ ശക്തമായി ആ ഒരു രീതിയിൽ ഒരു ആദർശവാനെ പോലെ അല്ലെങ്കിൽ ആദർശവതിയെ പോലെയൊക്കെ സ്റ്റിക്ക് ഓൺ ചെയ്യുന്നത് എന്നുള്ള രീതിയിൽ നമ്മളുടെ ഇന്നർ കോർ എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കുക. അപ്പോൾ നമ്മളുടെ ഉള്ളിൽ ഒരുപാട് നെഗറ്റീവ് ബിലീഫ് സിസ്റ്റം, ലിമിറ്റിംഗ് ബിലീഫ് സിസ്റ്റം ഒക്കെ ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ കൺട്രോളിങ് ഇഷ്യൂസ് ഉണ്ട്, അല്ലെങ്കിൽ നമുക്ക് ലോ സെൽഫ് എസ്റ്റീം ഉണ്ടെങ്കിൽ അതൊക്കെ നമ്മളെ തന്നെ ഒന്ന് മാറ്റി അങ്ങനെയൊന്നും അല്ല ശരിയായ കാര്യമെന്നും മനസ്സിലാക്കി തിരുത്തി നമ്മളിലുള്ള ആ ഒരു ട്രോമാസ്, ഇൻ്റർ ചൈൽഡ് വൂൺസ് ആണെങ്കിലും അല്ലെങ്കിൽ നമ്മളുടെ ജീവിതത്തിൽ കിട്ടിയ അനുഭവങ്ങളുടെ ആ ഒരു വേദനകളെല്ലാം നമ്മൾ ഏതെങ്കിലുമൊക്കെ രീതിയിൽ നമ്മൾ ഹീൽ ചെയ്യുക. ആ ഒരു രീതിയിൽ ഹീൽ ചെയ്ത് നമ്മളെ ഇത്തരത്തിൽ വളരെയധികം റേസ് ചെയ്ത് നിർത്തിയിട്ട് നമ്മളുടെ ഉള്ളിൽ ഒരു വലിയ വൃക്ഷം, ഒരു പടുവൃക്ഷം നല്ല രീതിയിൽ നിൽപ്പുണ്ട്. അപ്പോൾ അതിൻ്റെ വേരെന്ന് പറയുന്നത് വളരെ റൂട്ടഡായിട്ട് ആഴ്ന്നിറങ്ങി നമ്മളുടെ ആ ഒരു ശരീരത്തിൽ ഇങ്ങനെ നിൽക്കുകയാണെന്നും അങ്ങനെ കൊച്ചു വലിയ പ്രശ്നങ്ങളൊന്നും നമ്മളെ ബാധിക്കില്ല. ആര് വന്ന് എത്ര വലിയ ചുഴലിക്കാറ്റ് നമ്മളിലേക്ക് അടിച്ചാലും ആ വീണ് ആ ഒരു മരം പിഴുതു വീഴില്ല എന്നൊക്കെയുള്ളൊരു ദൃഢമായിട്ടുള്ളൊരു വിശ്വാസം, നമ്മളിലുള്ള വിശ്വാസം നമ്മൾ ക്രിയേറ്റ് ചെയ്തെടുത്തുകൊണ്ട് നമ്മളുടെ ഇന്നർ കോർ എന്താണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് നിൽക്കുമ്പോൾ എന്ത് വലിയ പ്രശ്നങ്ങൾ നമ്മളുടെ മുന്നിൽ വന്നാലും ആ ഒരു കാറ്റ് ആ ഒരു മരത്തിനെ ആടി ഉലച്ച് അല്ലെങ്കിൽ ഇലകൾ കുറച്ച് പൊഴിച്ച് ഒക്കെ അങ്ങ് പോകുന്നത് പോലെ പോവുമെങ്കിലും പിന്നെയും നമ്മൾ വളരെ സ്ട്രെങ്തായിട്ട് ആ ഒരു മെൻ്റൽ സ്ട്രെങ്ത് വളരെയധികം കീപ്പ് ചെയ്തുകൊണ്ട് നമ്മളെ തന്നെ ഉയർത്തി നിർത്തുക. എന്ത് വലിയ പ്രശ്നങ്ങൾ നമ്മളുടെ മുന്നിൽ വന്നാലും പെട്ടെന്നൊരു പേപ്പർ എടുത്ത് വെച്ച് ഐ ആം ഗ്രേറ്റ്ഫുൾ ടു ദ ഹോൾ യൂണിവേഴ്സ്, ഞാൻ പ്രപഞ്ചശക്തിയോട് വളരെയധികം കടപ്പെട്ടിരിക്കുന്നു, അല്ലെങ്കിൽ ആ ഒരു പ്രപഞ്ചശക്തി ഈ ഒരു ഓപ്പർച്യൂണിറ്റിയിൽ എന്നെ രക്ഷിച്ച് സഹായിച്ച് പ്രൊട്ടക്റ്റ് ചെയ്ത് ഗൈഡ് ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് കോടാനുകോടി പ്രണാമം എന്നുള്ള രീതിയിൽ നമ്മൾ എഴുതുക. എഴുതി എവിടെയെങ്കിലും സൂക്ഷിച്ചു വെക്കുക. അങ്ങനെ ആകുമ്പോഴും നമ്മളുടെ ആ ഒരു മെൻ്റൽ സ്ട്രെങ്ത് വളരെയധികം ഉയർത്താനായിട്ട് സാധിക്കും. അല്ലെങ്കിൽ രാവിലെ എഴുന്നേൽക്കുമ്പോൾ നമ്മൾ പ്രാർത്ഥിച്ചിട്ട് ആണ് നമ്മളുടെ ഡേ ടു ഡേ ലൈഫിലേക്ക് പോകുന്നതെങ്കിൽ നമ്മൾ പ്രാർത്ഥിക്കുന്ന കൂട്ടത്തിൽ പറയുക, എനിക്ക് എല്ലാ നിമിഷവും വളരെ ശക്തമായി നിൽക്കാനായിട്ട്, വളരെ പോസിറ്റീവായിട്ട്, വളരെ പവർഫുള്ളായിട്ട് നിൽക്കാൻ വേണ്ടിയിട്ട് എല്ലാ തരത്തിലുമുള്ള സ്ട്രെങ്ത്, മെൻ്റലി, ഫിസിക്കലി, ഇമോഷണലി, സ്പിരിച്വലി എല്ലാ രീതിയിലുമുള്ള സ്ട്രെങ്ത് തരുന്നതിന് പ്രപഞ്ചശക്തിയോട് കോടാനുകോടി പ്രണാമം എന്നുള്ള രീതിയിൽ അത് തന്നുകൊണ്ടിരിക്കുന്നു, ഇനിയും ഒരുപാട് തരും എന്നുള്ള ആ ഒരു വിശ്വാസത്തിൽ നമ്മൾ പ്രാർത്ഥിക്കുക, അതിന് ഗ്രേറ്റ്ഫുൾ ആവുക. അല്ലെങ്കിൽ ഹൊപ്പോനോപോനോ പ്രാക്ടീസ് ചെയ്യുക. ഇത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ എല്ലാ നിമിഷവും ഓർക്കുമ്പോഴൊക്കെ ഈ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരുന്നാൽ നമ്മളുടെ ഇന്നർ കോർ, നമ്മളുടെ ഇന്നർ ആ ഒരു സ്ട്രെങ്ത് എന്താണെന്ന് നമ്മൾക്ക് തന്നെ അറിയാം. ഞാൻ ആരാണ്, എൻ്റെ മൂല്യം എന്താണെന്ന് കൃത്യമായിട്ട് അറിയാം. അങ്ങനെ ആകുമ്പോൾ ഒന്നും എന്നെ ബാധിക്കില്ല, ആരും എന്നെ ബാധിക്കില്ല, ആർക്കും എന്നെ തളച്ചിടാനോ എന്നെ പിടിച്ചു നിർത്താനോ എന്നെ താഴേക്ക് വലിച്ചിടാനോ പറ്റില്ല എന്നുള്ള രീതിയിൽ നമ്മളുടെ എനർജി ഉയർത്തി നിർത്തുകയും എല്ലാ തരത്തിലുമുള്ള നെഗറ്റീവ് എനർജി അല്ലെങ്കിൽ എനർജി വാമ്പേഴ്സിൽ നിന്ന് നമ്മളെ തന്നെ പ്രൊട്ടക്റ്റ് ചെയ്ത് നിർത്താനായിട്ട് അത് സഹായിക്കും. ഇനി മൂന്നാമത്തെ ഒരു കാര്യം എന്ന് വെച്ചാൽ നമ്മളുടെ ബൗണ്ടറി സെറ്റ് ചെയ്യുക. എങ്ങനെയാണ് ബൗണ്ടറി സെറ്റ് ചെയ്യുക എന്ന് വെച്ചാൽ, നമ്മൾക്കറിയാം നമ്മൾ രാവിലെ ഇറങ്ങി വെളിയിലേക്ക് പോകുമ്പോൾ അല്ലെങ്കിൽ നമ്മളുടെ വീട്ടിൽ തന്നെ ഉള്ള ആളുകളുമായിട്ട്, കാരണം മനുഷ്യനൊരു സമൂഹ ജീവിയായതുകൊണ്ട്, സാമൂഹ്യ ജീവിയായതുകൊണ്ട് നമുക്ക് ഒരു ഐസൊലേറ്റഡ് രീതിയിൽ ജീവിച്ചു പോകാനായിട്ട് സാധിക്കില്ല. സ്ട്രേഞ്ചേഴ്സ് ആണെങ്കിലും അല്ലെങ്കിൽ നമുക്കറിയുന്ന കൂട്ടുകാരാണെങ്കിലും ജോലിസ്ഥലത്താണെങ്കിലും വീട്ടുകാരാണെങ്കിലും തൊട്ടടുത്ത് നിൽക്കുന്ന റിലേഷൻഷിപ്പിലുള്ള ആൾക്കാരുമായിട്ടാണെങ്കിലും അല്ലെങ്കിൽ പുതിയ 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 ബന്ധങ്ങൾ സ്ഥാപിക്കുമ്പോഴാണെങ്കിലും എല്ലാവരുമായിട്ട് നമുക്ക് അടുത്തിടപഴകി ജീവിച്ച് പോകേണ്ട ഒരു സാധ്യത അല്ലെങ്കിൽ സാഹചര്യം ആണ് ഉള്ളത്. അപ്പോൾ അങ്ങനെയാകുമ്പോൾ ഓരോരുത്തരും നമ്മളുടെ ജീവിതത്തിലേക്ക് കടന്നു വരുമ്പോൾ അവർക്കെല്ലാം നമ്മളൊരു ബൗണ്ടറി സെറ്റ് ചെയ്യുക. ആരെയാണ് ഇത്തരത്തിൽ ഇത്ര ദൂരത്തിലേക്ക് എനിക്ക് നിർത്തേണ്ടത്, ആരെയാണ് കുറച്ചുകൂടി അടുത്തേക്ക് നിർത്തേണ്ടത്, ഇവർ എൻ്റെ ജീവിതത്തിനെ അല്ലെങ്കിൽ എൻ്റെ എനർജിയെ തന്നെ നശിപ്പിക്കാനായിട്ട് ശ്രമിക്കുകയാണ്, ഇതിൽ നിന്നെല്ലാം അങ്ങോട്ടുള്ള സ്പോഞ്ച് വെള്ളത്തിലിട്ട് എല്ലാം വലിച്ചെടുക്കുന്നത് പോലെ എൻ്റെ എനർജിയെല്ലാം അവരങ്ങോട്ട് വലിച്ചെടുത്തിട്ട് അതെനിക്ക് തന്നെ നാശം വിതയ്ക്കുന്ന അത്തരത്തിലുള്ള ആറ്റിറ്റ്യൂഡുള്ള ആളുകളാണെങ്കിൽ എന്തായാലും ശരി തന്നെ നമ്മൾ ബൗണ്ടറി സെറ്റ് ചെയ്തുകൊണ്ട് നമുക്ക് ഇഷ്ടപ്പെടാത്ത
കാര്യങ്ങൾ, ഇഷ്ടപ്പെടാത്ത വ്യക്തികൾ അല്ലെങ്കിൽ ഇഷ്ടപ്പെടാത്ത കാര്യങ്ങൾ വ്യക്തികൾ ചെയ്യുമ്പോഴൊക്കെ ഓപ്പർച്യൂണിറ്റീസ് നിങ്ങളുടെ മുന്നിൽ വരുമ്പോൾ നമ്മളുടെ ശബ്ദം ഉയർത്തി അതിനു വേണ്ടി നമ്മളെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ശബ്ദം ഉയർത്തി നമ്മൾക്ക് വേണ്ടിയിട്ട് സംസാരിക്കുക. ഒരിക്കലും ഒരു പീപ്പിൾ പ്ലീസർ ആവാതെ നമുക്ക് എന്താണ് അവിടെ നമ്മളുടെ ഉള്ളിൽ നിന്ന് വരുന്നത്, നമ്മുടെ ഹൈ ഇൻഡ്യൂട്ടീവ് പവർ വെച്ചിട്ട് എന്താണ് നമ്മുടെ ഉള്ളിൽ നിന്ന് വരുന്നത് അത് നമ്മൾ പ്രകടിപ്പിക്കാൻ ശ്രമിക്കുക, പറയാനായിട്ട് ശ്രമിക്കുക. അത്തരത്തിലൊക്കെ നമ്മൾ പറയുമ്പോൾ അപ്പുറത്ത് നിൽക്കുന്ന ആളാണെങ്കിലും അല്ലെങ്കിൽ ആ ഒരു സാഹചര്യമാണെങ്കിലും അവർക്ക് മനസ്സിലാവും ഇപ്പുറത്ത് നിൽക്കുന്ന നമ്മൾ വളരെ ശക്തരായതുകൊണ്ട് അത്തരത്തിലുള്ള ഒന്നും അവരെ ബാധിക്കില്ല അല്ലെങ്കിൽ ബാധിക്കാൻ അവരെ സമ്മതിക്കില്ല എന്നൊക്കെയുള്ളൊരു കാര്യം വരുമ്പോൾ പതുക്കെ ഇത്തരത്തിലുള്ള ആളുകളാണെങ്കിലും സാഹചര്യങ്ങളാണെങ്കിലും നമ്മളിൽ നിന്ന് അകന്നകന്ന് പോയി നമ്മളുടെ എനർജി വളരെയധികം പ്രൊട്ടക്റ്റ് ചെയ്തുകൊണ്ട് നമ്മൾക്ക് വളരെ ഹൈ വൈബ്രേഷൻ എനർജിയിലേക്ക് നമ്മളെ തന്നെ ടാപ്പ് ചെയ്ത് നിർത്താനായിട്ട് സഹായിക്കും. പിന്നെ ഉള്ളൊരു കാര്യം എന്ന് വെച്ചാൽ നമ്മളുടെ എനർജി എപ്പോഴും വളരെ പോസിറ്റീവാക്കി ട്രാൻസ്ഫോം ചെയ്ത് നിർത്തുക. അപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഡേ ടു ഡേ ലൈഫിൽ ഒരുപാട് സിറ്റുവേഷൻസ് നമ്മളുടെ മുന്നിൽ വരും. ചില ആളുകളെ നമ്മൾ കണ്ണടച്ച് വിശ്വസിക്കും, ചില ആളുകളുടെ മാനിപ്പുലേഷൻസിൽ നമ്മൾ വീണു പോകും, അല്ലെങ്കിൽ പല ആളുകളും നമുക്ക് 1-2 തവണ സഹായം ചെയ്ത് തരുമ്പോൾ അവർ തിരിച്ച് നമ്മളിൽ നിന്ന് 10 സഹായം തിരിച്ച് പ്രതീക്ഷിക്കും. അത് അവർ ചിലപ്പോൾ മനസ്സിൽ ഹൈഡ് ചെയ്ത് വെച്ചുകൊണ്ട് പലതരത്തിലുള്ള സിനേറിയോ വരുമ്പോൾ ഇങ്ങനെ കുത്തി ഞാൻ ഇതെല്ലാം ചെയ്തു തന്നതാ എന്നൊക്കെയുള്ള രീതിയിൽ നമ്മളെ ആ ഒരു ഇമോഷണൽ മാനിപ്പുലേഷൻസിൽ ഒന്ന് ട്വിസ്റ്റ് ചെയ്യാനും ഒന്ന് ടേൺ ചെയ്യാനും അതിൽ ഒന്ന് കൺഫ്യൂസിങ് സ്റ്റേജിലേക്ക് ആക്കാനും ഒക്കെയുള്ള സാധ്യത വരുമ്പോൾ നമുക്കൊന്നും പറയാനും ഒരു നല്ല ഡിസിഷൻ എടുക്കാനും ഒന്നും പറ്റാത്തൊരു സാഹചര്യം വരുമ്പോൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ എത്തരത്തിലുള്ള നെഗറ്റീവ് സിറ്റുവേഷൻ ആണെങ്കിലും അതിനെല്ലാം വളരെ പോസിറ്റീവായിട്ട് എടുക്കുക. നമ്മളുടെ എനർജി അതിലേക്ക് നമ്മൾ പോസിറ്റീവായിട്ട് എടുക്കുക. അതിന് ചെയ്യേണ്ട കാര്യം ഒരു 2 സെക്കൻഡ് നമ്മൾ ആ ഒരു പ്രശ്നത്തിൽ നിന്ന് നമ്മളുടെ ഫോക്കസ് ഷിഫ്റ്റ് ചെയ്തുകൊണ്ട് ഒരു ബ്രീത്തിങ് എക്സസൈസ് ചെയ്യുക. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു പാട്ട് കേൾക്കുക, അല്ലെങ്കിൽ വെളിയിലിറങ്ങി കുറച്ച് നേരം നമ്മളൊന്ന് നടക്കുക. നമ്മൾ മദർ എർത്തുമായിട്ടൊന്ന് കണക്ട് ചെയ്തുകൊണ്ട് മണ്ണിലൊക്കെ ഒന്ന് സ്പർശിച്ച് ചെടികളെയൊക്കെ ഒന്ന് സ്പർശിച്ച് നമ്മൾ അങ്ങനെ നടക്കുക. അല്ലെങ്കിൽ വീട്ടിനകത്താണെങ്കിലും ചെരുപ്പില്ലാതെ ബെയർ ഫൂട്ടിൽ നമ്മൾ കുറച്ച് നേരം നടക്കുക. അല്ലെങ്കിൽ നമ്മൾ മദർ എർത്ത് ആ ഒരു എനർജി എടുത്ത് ആ ഒരു സമയത്ത് എന്ത് ഓപ്പർച്യൂണിറ്റി വന്നാലും പ്രാർത്ഥിച്ചുകൊണ്ട് വളരെ ഗ്രൗണ്ടഡ് ആയിട്ടിരിക്കാൻ വേണ്ടിയിട്ട്, എന്ത് പ്രശ്നങ്ങൾ വന്നാലും വളരെ ഗ്രൗണ്ടഡ് ആയിട്ട് വളരെ പോസിറ്റീവായിട്ടിരിക്കാൻ വേണ്ടിയിട്ട് എനിക്ക് എല്ലാ ബ്ലെസ്സിങ്സും തരുന്നതിന് ഓടാനുകൂടി പ്രണാമം എന്നുള്ള രീതിയിൽ നമ്മൾ ഗ്രാറ്റിറ്റ്യൂഡ് അറിയിക്കുക. ആറ്റിറ്റ്യൂഡ് ഓഫ് ഗ്രാറ്റിറ്റ്യൂഡാണ് ഇതിനെല്ലാത്തിനുമുള്ള ഏറ്റവും ശക്തമായിട്ടുള്ളൊരു മരുന്ന്. അപ്പോൾ ആ ഒരു രീതിയിൽ നമ്മൾ ഇത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം പ്രാക്ടീസ് ചെയ്തുകൊണ്ട് ഹോപ്പോനോപ്പോനോ പ്രാക്ടീസ് ചെയ്തുകൊണ്ട് എപ്പോഴൊക്കെ നമുക്ക് നമ്മളുടെ എന്ത് കർമ്മ മേഖലകളാണെങ്കിലും എന്ത് ഉത്തരവാദിത്തങ്ങൾ നമ്മൾ ജോലികൾ ചെയ്യുമ്പോഴും നമുക്ക് എപ്പോഴൊക്കെ ഓർമ്മ വരുന്നോ അന്നേരം എല്ലാം നമ്മൾ ആറ്റിറ്റ്യൂഡ് ഓഫ് ഗ്രാറ്റിറ്റ്യൂഡ് പ്രാക്ടീസ് ചെയ്താൽ ഇത്തരത്തിലുള്ള പോസിറ്റീവ് നെഗറ്റീവ് എനർജി വരുന്നതിനെല്ലാം നമുക്ക് കൺവേർട്ട് ചെയ്ത് ട്രാൻസ്ഫോം ചെയ്ത് പോസിറ്റീവ് എനർജിയിലേക്ക് ആക്കാൻ പറ്റും എന്ന് മാത്രമല്ല അത് നമുക്കൊരു എനർജി ബൂസ്റ്റർ പോലെ അടുത്തടുത്ത കാര്യങ്ങൾ ചെയ്യാനായിട്ട് നമ്മളെ സഹായിക്കും. അങ്ങനെയാകുമ്പോൾ ലിവിങ് ഇൻ ദ പ്രസൻറ്റ് മൊമെൻറ്റ്, ഇപ്പം ഈ ഒരു നിമിഷം ഞാൻ എന്ത് ചെയ്യുന്നു അതിൽ പൂർണ്ണമായിട്ടും എന്നെ കോൺസെൻട്രേറ്റ് ചെയ്തുകൊണ്ട് എനിക്ക് ഓരോ കാര്യങ്ങളും ചെയ്ത് എൻ്റേതായിട്ടുള്ള ആ ഒരു ശക്തമായ രീതിയിൽ സക്സസ്ഫുള്ളായിട്ടുള്ള രീതിയിൽ ചിലപ്പോൾ അതൊരു 65% ആവാം, ചിലപ്പോൾ അതൊരു 80% ആവാം. എത്ര ആണെങ്കിലും എൻ്റെ കഴിവനുസരിച്ച് അതിനെനിക്ക് അത്രയും വിജയകരമായിട്ട് ചെയ്ത് ആ ഒരു ഓപ്പർച്യൂണിറ്റി കംപ്ലീറ്റ് ചെയ്ത് അടുത്തതിലേക്ക് പോകാനായിട്ട് സാധിക്കും. അങ്ങനെയാകുമ്പോൾ ഓവർ തിങ്കിങ് എന്ന് പറയുന്ന ആ ഒരു കാര്യം നമ്മൾ ഇല്ലാതെയായിപ്പോകും. പ്രൊക്കാസ്റ്റിനേഷൻ എന്ന് പറയുന്ന ആ ഒരു സ്വഭാവ സവിശേഷത പതുക്കെ ഇല്ലാതായിപ്പോകും. അപ്പോൾ ആ ഒരു രീതിയിൽ എത്ര വലിയ നെഗറ്റിവിറ്റി നമ്മളിലേക്ക് വന്നാലും അതെല്ലാം നമ്മൾ ട്രാൻസ്ഫോം ചെയ്ത് പോസിറ്റിവിറ്റിയിലേക്ക് കൊണ്ടുവന്ന് നമ്മുടെ എനർജിയെ തന്നെ പോസിറ്റീവ് ആക്കിക്കൊണ്ട് ഹൈ വൈബ്രേഷനിലേക്ക് ടാപ്പ് ചെയ്ത് നിർത്തുക. അതിന് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട വിശ്വാസമുള്ള ഏതെങ്കിലും ദൈവങ്ങളുടെ മന്ത്രങ്ങളാണ് ചൊല്ലുന്നതെങ്കിൽ അല്ലെങ്കിൽ വിശ്വാസം ഉണ്ടെങ്കിൽ ഇത്തരത്തിലൊരു ഓപ്പർച്യൂണിറ്റി വരുമ്പോൾ ആ മന്ത്രം നമ്മൾ ചൊല്ലുക, അല്ലെങ്കിൽ ആ ഈശ്വരൻ്റെ നാമം നമ്മൾ മനസ്സിലിങ്ങനെ ഉരുവിടുക. ഇതെല്ലാം നിങ്ങളുടെ ആ ഒരു നെഗറ്റീവ് എനർജിയെ പോസിറ്റീവ് എനർജിയിലേക്ക് ട്രാൻസ്ഫോം ചെയ്യാൻ വേണ്ടിയിട്ട് വളരെ ശക്തമായി സഹായിക്കുന്ന ഒന്നാണ്. അപ്പോൾ പ്രപഞ്ചശക്തിയെ വിശ്വസിക്കുക, അതിലുപരി നിങ്ങളെ പൂർണ്ണമായും വിശ്വസിച്ചുകൊണ്ട് ഞാൻ ആ ഒരു പ്രപഞ്ചശക്തിയുടെ യുണീക്ക് ക്രീച്ചറാണ്, ക്രിയേഷനാണ്. അപ്പോൾ എനിക്ക് പകരമായിട്ട് വയ്ക്കാൻ വേറൊന്നും ഈ ഭൂമിയിൽ ഇല്ലാത്തതുകൊണ്ട് നമ്മളെ തന്നെ ഒന്ന് നർച്ചർ ചെയ്ത് പാമ്പർ ചെയ്ത് ആ ഒരു അഫർമേഷൻസ് ഒക്കെ കൊടുത്ത് വളരെയധികം മോട്ടിവേറ്റ് ചെയ്ത് ഓരോ സിറ്റുവേഷനെയും ആ ഒരു രീതിയിൽ വളരെ
വളരെ ഈസായിട്ട് അല്ലെങ്കിൽ വളരെ കൂളായിട്ട് ഹാൻഡിൽ ചെയ്താൽ നമുക്ക് ജീവിതം വളരെ അമേസിംഗ് ആയിട്ട് മുന്നോട്ട് കൊണ്ടുപോകാനും ഇത്തരത്തിൽ നമ്മളുടെ എനർജിയെ ഒരിക്കലും ഡ്രെയിൻ ചെയ്യാനോ എഫക്റ്റ് ചെയ്യാനോ ഇല്ലാതാക്കി കളയാനോ വരുന്ന പലതരത്തിലുള്ള ഡീമൻസ് അല്ലെങ്കിൽ ആ ഒരു എനർജി വാമ്പേഴ്സിൽ നിന്നെല്ലാം നിങ്ങൾക്ക് മാറി നിൽക്കാനായിട്ട് ഇത് സഹായിക്കുകയും ചെയ്യും. അപ്പോൾ ഈ അറിവ് മറ്റുള്ളവർ കൂടി ഒന്ന് പറഞ്ഞു കൊടുക്കുക, പകർന്നു കൊടുക്കുക. കൂടുതൽ ആൾക്കാരുടെ ചാനലിൽ സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി.